ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള സുഖിയാൻ അല്ലെങ്കിൽ മോദകം. നമ്മളിവിടെയൊക്കെ മോദകം എന്നാണ് പറയാറുള്ളത്. അതായത് ഹോസ്പിറ്റലിൻ്റെയൊക്കെ തൊട്ടടുത്ത് ചെറിയ കടകളുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കടകളിലൊക്കെ കൂടുതലും നമ്മുടെ ഈ മോദകം കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വേവിച്ച പയറാണ്. അതായത് ഒരു കപ്പ് വേവിക്കുന്നതിന് മുമ്പ് പയറെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പം ഇതിലേക്ക് വേവിക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയാൻ ശേഷമാണ് നമ്മളിത് ബാക്കി ചെയ്യാൻ പോകുന്നത്. ഒരു 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം ശർക്കര ഇത് ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് അതായത് നല്ല മധുരമുള്ള ശർക്കരയാണ്. അപ്പം മധുരം കുറവായിട്ടുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ 1 കപ്പ് വരെയൊക്കെ എടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര നല്ലപോലെ അലിയിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര നല്ലപോലെ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര പാനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് പയറും ഒക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ശർക്കര പാനി തിളച്ച് വന്നതിന് ശേഷം ഒരു 1/4 കപ്പ് തിരുമിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം തേങ്ങ ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. കൂടുതൽ തേങ്ങ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ കൂട്ടിയെടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ശർക്കര പാനിയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറില്ലേ, വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ പയറൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശർക്കര പാനി ഞാൻ ആദ്യം കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശർക്കരയ്ക്ക് ഭയങ്കര മധുരം ആയതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കിതിനെ, അതായത് പയറിലുള്ള വെള്ളവും അതായത് നമ്മുടെ തേങ്ങയിലൊക്കെ ഉള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമ്മൾ ആ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പയർ കുറച്ചുകൂടെ ഉടച്ചെടുക്കാനായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മോദകം ഉണ്ടാക്കേണ്ട പരുവം. അപ്പോൾ ഇതിനി തണുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ പയർ നമുക്ക് മുക്കി പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ പുളിയില്ലാത്ത ദോശമാവാണ് എടുത്തിരിക്കുന്നത്, 2 കപ്പ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതിൽ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് അതായത് കളർ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ അത് അത്ര കളർ വന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു ദോശമാവിൻ്റെ കളറിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ പയർ നല്ലപോലെ തണുത്തതിന് ശേഷം വീണ്ടും ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കടയിലൊക്കെ കിട്ടുമ്പോൾ നല്ല വലിയ ബോളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ബോളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്നതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് പയർ വേവിച്ചപ്പോഴത്തേക്കും എനിക്കൊരു 10-23 ബോളാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വലിയ ബോൾസ് ആണെങ്കിൽ കുറച്ചുകൂടെ, അതായത് ഇത്രയും വരില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ദോശമാവിലേക്ക് ഓരോ ബോൾസായിട്ട് നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം മാത്രം ജസ്റ്റ് തീ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ തീരെ നല്ല മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്നും നമ്മുടെ കളറ് മാറിയാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി എല്ലാം വേവിച്ച സാധനമാണ് ഉള്ളിലുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ തന്നെ നമുക്ക് കളറും മാറിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ തീരെ എണ്ണയൊന്നും കുടിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ നല്ല ചൂടോടെ എണ്ണയിൽ ഇട്ടാൽ മാത്രമേ എണ്ണ പിടിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതായത് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ പിടിക്കും. അങ്ങനെ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ നല്ല ഇത് നമുക്ക് ചൂടോടെ ചായയോടൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ സാധനമാണ്. തീരെ മധുരമൊന്നും ഇല്ലാതെ നമുക്ക് ആവശ്യത്തിന് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന മധുരത്തിലുണ്ടാക്കിയ സുഖിയാൻ അഥവാ മോദകം. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മോദകമാണ്. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് വീട്ടിലുണ്ടാക്കി ഇത് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോദകം ഉണ്ടാക്കാൻ പറ്റും. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. താങ്ക്